മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുന്നിൽ മുറ്റത്തുറങ്ങി അച്ഛൻ മടങ്ങി. മനോരമ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ക്ലിപ്പിംഗാണ്. കുറച്ച് ന്യൂസ് ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു മകൻ അച്ഛനെയും അമ്മയെ അനാഥാലയത്തിലാക്കി. അവിടെ വെച്ച് ഈ അച്ഛൻ മരിച്ചു. മരണത്തിന് ശേഷം മരണാനന്തര ചടങ്ങുകൾ നടത്താനായിട്ട്, മതപരമായിട്ടുള്ള ആചാരപ്രകാരം നടത്താനായിട്ട് ഡെഡ് ബോഡി മകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കെയർ ഹോമിലുള്ള ആൾക്കാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ കൂടി കൊണ്ടുവരുന്ന വിവരം അറിഞ്ഞിട്ട് മകൻ വീടും പൂട്ടിപ്പോയി. അതുകൊണ്ട് ഡെഡ് ബോഡി വീടിൻ്റെ പുറത്ത് വെച്ച് നാട്ടുകാർക്ക് പൊതുദർശനം ഒക്കെ നടത്തേണ്ടി വന്നു. അതിനുശേഷം പള്ളിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു എന്നുള്ളതാണ് വാർത്ത. കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഇദ്ദേഹം, ഈ മരിച്ചുപോയ അച്ഛൻ, ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും ചിലവഴിച്ചത് ഈ മകനെ വളർത്തി വലുതാക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തിൻ്റെ പേരിലാണെങ്കിലും മരിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ പോലും ഇത്രയേറെ വെറുപ്പ് പ്രകടിപ്പിക്കാൻ മാത്രമായിട്ട് എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ചിന്തിക്കുന്നത്. ഇതിൽ ഈ മരിച്ചുപോയ അച്ഛൻ്റെ ഭാര്യ അമ്മയേനെയും വേറൊരു അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ നിസ്സഹായിയായിട്ട് ആ വീടിന് പുറത്ത്, കുട്ടിയുടെ വീടിന് പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് ആ വാർത്തയിൽ എഴുതിയിരിക്കുന്നത്. ഇവർക്ക് വേറെ മക്കളോ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ലേ ഒന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് മതപരമായിട്ടുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ആലോചിച്ച് പോവാണ്. പിന്നെ ആലോചിക്കുന്നത്, എന്തായിരിക്കും ഇതിന് മാത്രം ഈ മകന്, ഈ അച്ഛനും അമ്മയോട് വെറുപ്പ് തോന്നാൻ മാത്രം അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ചിലപ്പോൾ വളർന്നു വരുന്നത് ഈ മകൻ എന്ന് പറഞ്ഞ ആൾ വളർന്നു വന്നിരിക്കുന്നത് വളരെ അബ്യൂസീവായിട്ടുള്ള ഒരു വീട്ടിലായിരിക്കുമോ? ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ വേണ്ടുന്ന കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ വളരെ ഇമോഷണലി ആൻഡ് ഫിസിക്കലി അബ്യൂസീവായിട്ടുള്ള, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു പേരൻസ് ആയിരിക്കുമോ? പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? അതോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ മകൻ ഇവരെ പൂർണ്ണമായിട്ടും ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മയും ഒഴിവാക്കി, അത് മരണത്തിൽ പോലും അവരോടൊരു അലിവ് കാണിക്കാതെ ഇരുന്നിട്ടുണ്ടാവുക? അങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ മിക്ക ആൾക്കാരും മുതിർന്ന അച്ഛൻ്റെ അമ്മയുടെയും ഭാഗം തന്നെയാണ് പിടിക്കുക. പക്ഷേ അവർ ചിലപ്പോൾ അത്ര നല്ല ആളുകളല്ലായിരുന്നെങ്കിലോ? അച്ഛൻ എന്നുള്ള ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയും ആവുന്നില്ലല്ലോ. ആ ഒരു ഇതൊന്നും നിറവേറ്റാത്തവരായിരുന്നിരിക്കുമോ? മാത്രമല്ല, പ്രായമായി എന്നുള്ള പേരിൽ മാത്രം അവർ നല്ല ആൾക്കാരായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പ്രായമായവർ, കരയുന്നവർ, കുറച്ച് വീക്കായിട്ടിരിക്കുന്നവരൊക്കെ നല്ലതാണ് ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യും. പക്ഷേ ഈ മകൻ്റെ ജീവിതം, കുട്ടിക്കാലം അല്ലെങ്കിൽ ജീവിതവും ഈ അച്ഛൻ്റെ മരണത്തിനേക്കാളും ദുഃഖകരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കാം ഈ പേരൻസ് കാരണം പുള്ളിക്കുണ്ടായിട്ടുണ്ടാകും. എന്നിരുന്നാലും മരണത്തിൽ പോലും ക്ഷമ കൊടുക്കാതിരിക്കുക എന്നുള്ളത് കുറച്ച് കടന്ന കൈയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? കമൻറ്റ് ബിലോ.